മൈ വെന്യൂ. അപ്പോൾ ഇന്ന് നമ്മളൊരു ഓഫർ സെയിൽ വീഡിയോ തന്നെയാണ് കേട്ടോ. എന്താ പറയുന്നത്, ഫ്രീ ഷിപ്പിംഗ് ആയിട്ട് ഇതുപോലെ മൽച്ചന്തേരിയിലെ ഫാബ്രിക്കും എല്ലാം നമ്മൾ കാണിക്കുന്നുണ്ട്. 2000 to 450 റേഞ്ചിലുള്ളതായിരുന്നു സ്ലിറ്റുള്ള പാറ്റേണിലെ മൽച്ചന്തേരിയുടെ. ഇത് നമ്മൾ ഇന്നത്തേക്ക് മാത്രം 1990. അപ്പോൾ ഫസ്റ്റ് ഞാനിപ്പോൾ വേറെ ഇരിക്കുന്ന നല്ല അടിപൊളി കളറാണ്. ഇത് എയർലൈൻ കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തായിരുന്നു, കംപ്ലീറ്റ് നമുക്ക് സോൾഡ് ഔട്ട് ആയതാണ്. അപ്പം ഇത് സ്ലിറ്റുള്ള പാറ്റേൺ ആണ് കേട്ടോ. സ്ലിറ്റുള്ള പാറ്റേൺ ഇതേപോലെ രണ്ട് പാറ്റേണിൽ ചെയ്തിട്ടുണ്ട്. ഒന്നിലോട്ട് നമ്മൾ ഈ റെഡ് ഫ്ലവറിന്റെ സിമിലർ ആയിട്ടുള്ള ഒരു ലേസ് നമ്മൾ നെക്കിലോട്ട് വെച്ചിട്ടുണ്ട് കണ്ടോ. ഇതിനകത്തോട്ട് ഇത് ഈ സെയിം തന്നെ ഒരു റെഡ് ലേസ് പാറ്റേൺ വെച്ചിട്ടുണ്ട്. സ്ലീവിന്റെ എൻഡിലോട്ടും രണ്ട് ലെയർ ആയിട്ട് നമ്മൾ ഈ ഒരു ലേസ് വെച്ചിട്ടുണ്ട്. അപ്പൊ ലേസ് ഇല്ലാത്തതാണോ ലേസ് ഉള്ളതാണോ ചെറിയൊരു റേറ്റിന്റെ ഡിഫറൻസ്. ലാവെൻഡർ ഷെയ്ഡിലോട്ടുള്ളതാണ് കേട്ടോ. ഇതും ഭയങ്കര ഭംഗിയാണ്. പക്ഷെ നമ്മള് ഈ മൽച്ചന്തേരിയുടെ ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ വേറെ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ക്ലാസ് ലുക്കാണ്. കാരണം ഇതിന്റെ ആ ഒരു എംബ്രോയിഡറിയും ഇതും. അപ്പം ഈ സെക്കൻഡ് പാറ്റേൺ വന്നിട്ട് ലാവൻഡർ കളറിലോട്ടാണ്. ഇതിന്റെ നെക്ക് പാറ്റേണിലോട്ട് നമ്മൾ ലേസ് വെച്ചിട്ടുണ്ട് ഈ ഒരു പാറ്റേണിൽ അടിപൊളിയായിട്ട് ഇതും. അപ്പൊ ഇതൊരു പീസ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇത് ജോർജറ്റില് നമ്മൾ സിമ്പിൾ ആയിട്ട് നമുക്ക് നമ്മുടെ കയ്യിൽ ഇപ്പം ദുപ്പട്ടാസ് ഉണ്ടെങ്കിൽ കോൺട്രാസ്റ്റ് ആയിട്ട് ഏതിട്ട് പെയർ ചെയ്താലും അടിപൊളിയായിരിക്കും. കാരണം ഇത് എയർലൈൻ പാറ്റേണിൽ ഇതുപോലെ സ്കാൽപ്പിലേക്ക് വരുന്ന പാറ്റേൺ ആണ്. അപ്പൊ ഇതിന് ഇന്നത്തെ ദിവസത്തേക്ക് മാത്രം 1250 ആണ്. എയർലൈൻ ഒരു ടോപ്പ് നമ്മൾ ഈ ഒരു റേറ്റിന് കുറച്ച് നമുക്ക് കൊടുക്കാൻ പറ്റില്ല, കാരണം നമ്മൾ റെഡിയാക്കി വെക്കുന്ന പീസാണ് അത്. പിന്നെ ഇത് വന്നിട്ട് നല്ലൊരു അടിപൊളി ലൈലാക്ക് ഷെയ്ഡ് ഇല്ലേ, ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൈലാക്ക്. ഇത് നമ്മൾ ലേറ്റസ്റ്റ് ചെയ്തേക്കുന്നതാണ് കേട്ടോ. ലൈലാക്ക് ഷെയ്ഡിലോട്ട് ഇതേപോലെ ഈ ഒരു ഡിസൈൻ ഇതുപോലെ നെക്കിൽ വെച്ചിട്ട് എയർലൈൻ പാറ്റേൺ ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണ് ഇതൊരു പാറ്റേൺ. പിന്നെ ഇതും കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മൾ ഒത്തിരി എൻക്വയറിയുള്ള പീസാണ്. അപ്പം ഇതിന്റെ സൈസ് ഇപ്പം സിംഗിൾ ആയിട്ട് ലെഫ്റ്റ് ആയിട്ടുണ്ട്. പ്യുവർ ക്രേപ്പ് സിൽക്ക് ഫാബ്രിക് ആണ്. 3250 ആയിരുന്നു ഇതിന്റെ റേറ്റ്. അപ്പം ഇത് ഇന്നത്തെ ദിവസത്തേക്ക് മാത്രം 2550 ഇട്ടിട്ടുണ്ട്. ഇതാണ് കാരണം ഫാബ്രിക് ഭയങ്കര കോസ്റ്റ്ലി ആണ്. പ്യുവർ ആയിട്ട് ഡ്രൈ വാഷ് ചെയ്യണം കേട്ടോ. ഇതുപോലെ ഈ ഒരു പാറ്റേൺ ബാക്ക് സൈഡ് ഫുൾ ഇതിന്റെ ഈ ഒരു ഡിസൈൻ തന്നെയാണ് വരുന്നത് കണ്ടോ, ഇതുപോലെ. ഓക്കെ, അപ്പം ഈ ഒരു പീസ് നമ്മൾ ഇത് ഇന്നത്തേക്ക് മാത്രം ഇതുപോലെ ഈ ഒരു കളറ് ഇത് കണ്ടോ അടിപൊളിയായിട്ട് ഇതേപോലെ പ്രിൻസസ് കട്ട് വെച്ചിട്ട് ഇതുപോലെ ഷിമ്മർ ജോർജറ്റ് മെറ്റീരിയലിലോട്ട് ഈ ഒരു അടിപൊളി ഇത്രയും ഡിസൈനുള്ളൊരു ഫാബ്രിക് കണ്ടോ ഇതുപോലെ. ഓക്കെ, ഇതിലോട്ട് നമ്മൾ എമറാൾഡ് ഗ്രീൻ ആണ് കളർ വരുന്നത്. ഇതിന്റെ കളർ എമറാൾഡ് ഗ്രീൻ ആണ്. അതിനകത്തോട്ട് അജ്രക്കിന്റെ യോക്കിലോട്ട് ഇതുപോലെ ഹാൻഡ് വർക്ക് ആണ് ചെയ്തേക്കുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡ് വർക്ക്. ഇതൊരു പാറ്റേൺ നല്ല ബ്യൂട്ടിഫുൾ ഓണിയൻ ഷെയ്ഡും പ്ലസ് ഒരു ബ്ലൂ കോമ്പിനേഷൻ. ഇതാണ് അതിന്റെ സ്ലീവ് വരുന്നത്. വി കോളർ പാറ്റേൺ. എൻഡിലോട്ട് ഇതേപോലെ ഒരു ഡിസൈൻ വരുന്നുണ്ട്. ഓക്കെ കേട്ടോ. ഇതിനകത്തോട്ട് ഈ വന്നേക്കുന്നത് എല്ലാം എംബ്രോയിഡറി ആണ്. സീക്വൻസും പ്രിന്റ് എല്ലാം നെറ്റ്കോട്ടയാണ്. സ്ലീവിലോട്ട് നമ്മൾ ഇതേപോലെ ലേസ് പാറ്റേൺ വെച്ചിട്ട് ഒരു എൽബോ വരയ്ക്കുമുള്ളൊരു സ്ലീവ് ക്രോഷോ ലേസ് വെച്ചിട്ടുണ്ട്. 3 പീസ് സെറ്റ് ആയിട്ട് നല്ലൊരു ശരിക്കും ഇത് ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ ഒരു ലിനന്റെ കുർത്തിയുടെ ഒരു ഫീലാണ് ഇതിന് വരുന്നത്. ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് ഈ ഒരു പാറ്റേൺ. ഓക്കെ, ഡ്രൈ വാഷ് ചെയ്യേണ്ടി വരും കാരണം നല്ല ഭംഗിയുടെ എല്ലാം തീർന്ന് ഓൾമോസ്റ്റ് സ്റ്റോക്ക് ഔട്ട് ആയതാണ്. ഇതിപ്പം സ്ലിറ്റുള്ള പാറ്റേണിൽ ഈ ഒരു പീസ് ഉണ്ട്. ഇതൊരു ഓണിയന്റെ തന്നെ ഡാർക്ക് ഷെയ്ഡ് ആണ് കേട്ടോ ഈ വരുന്നത്. ഇതുപോലെ ഡോറി എല്ലാം വെച്ച് സ്ലിറ്റുള്ള പാറ്റേൺ എയർലൈൻ പാറ്റേൺ. ഇതുപോലെ ഇത് കുറച്ചും കൂടെ ഒരു ബർഗണ്ടി ടോണും കോഫി കളറും അങ്ങനത്തെ മിക്സ് ആയിട്ടുള്ള കളറാണ്. എയർലൈൻ പാറ്റേൺ ആണ്. ഇത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പാറ്റേൺ കണ്ടോ ഇതുപോലെ. ഇതേപോലെ വിത്ത് ലൈനിങ് വരുന്ന കോട്ടൺ ആണ്, കോട്ടൺ റയോൺ. അതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ ഇതില് ശരിക്കും ഫുള്ളി ചിക്കൻ കാരിയുടെ സിമിലർ ആയിട്ടുള്ള എംബ്രോയിഡറി വർക്കും ഇത് കൊടുത്തിട്ട് എൻഡിലോട്ട് ക്രോഷോ ലേസും വൈറ്റും ഈ ബ്ലാക്കും കോമ്പിനേഷൻ അടിപൊളിയാണ് കേട്ടോ. ഇതിന്റെ ഈ ഒരു സൈഡിലോട്ടും ക്രോഷോ ലേസ് പോയിട്ടുണ്ട്. ഇതിന്റെ ബ്ലാക്കും ബ്ലൂവും അവൈലബിൾ ആണ്. ഇപ്പം നമുക്ക് മെറ്റീരിയൽ ഉണ്ട് ചെയ്യാനായിട്ട് ഇതുപോലെ. ഓക്കെ, ബാക്ക് സൈഡ് ഇതേപോലെ വരുന്നത് നല്ലൊരു മെറ്റീരിയൽ ആണ് കേട്ടോ. ബ്ലാക്ക് ഈ ഒരു വൈറ്റ് കോമ്പിനേഷൻ സൂപ്പറാണ്. ഇതുപോലെ ഉണ്ടാവും. ഓക്കെ, മാമ്പഴമഞ്ഞ കളറിലോട്ടാണ്. കാരണം ഇങ്ങനത്തെ എല്ലാം യെല്ലോ ഒക്കെ നമുക്ക് കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഓരോ കളറും. ഇതൊരു എന്തോ എങ്ങനെയാണെന്ന് അറിയില്ല, ഒരു ഗ്രീനിന്റെ ഒരു ഷെയ്ഡും കൂടെ കൂടി വരും. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. അത് നമ്മൾ ബനാറസിയുടെ ഒരു യോക്ക് വെച്ചിട്ട് ഒരു വി നെക്കാണ് വെച്ചേക്കുന്നത്. എയർലൈൻ പാറ്റേൺ ആണ്. ഇതുപോലെ താഴേക്ക് ഇതുപോലെ ലോക്ക് ചെയ്യാതെ നമ്മൾ നല്ല ഒരു ഫ്രോക്ക്, അതായത് ഒരു നല്ല ഫ്ലെയറിൽ കിടക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ലുക്കിലേക്ക് ഇത്രയും വിടത്തിലോട്ടാണ് ഇതിന്റെ ഫ്ലെയേഴ്സ് കൊടുത്തേക്കുന്നത് കണ്ടോ. ഈ ഒരു പാറ്റേൺ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു പാറ്റേൺ. സെയിം ഇതിന്റെ തന്നെ നമ്മൾ ഗ്രീൻ ഉണ്ട്. ഗ്രീനും അടിപൊളിയാണ് കേട്ടോ. ഗ്രീനിന്റെ ഒറ്റ പീസേ ഉള്ളൂ. ഗ്രീനിന് താഴെ വന്നിട്ട് എയർലൈൻ്റെ ഒരു തന്നെയാണ് കണ്ടോ. സെയിം ഈ ഒരു ലുക്ക് തന്നെയായിരിക്കും. ഈ ഗ്രീൻ വേറെ ചെയ്തുമ്പോൾ നല്ല കളറായിരിക്കും. ഈ ഒരു ബോട്ടിൽ ഗ്രീൻ കളർ നല്ല അടിപൊളിയായിട്ടുള്ള ഈ ഒരു ഷെയ്ഡ് ഇതേപോലെ കണ്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ത്രെഡ് വർക്ക് വരുന്നൊരു നമ്മൾ ഇതിന്റെ യോക്ക് വെച്ചിട്ട് ഒത്തിരി കളേഴ്സിൽ ചെയ്തായിരുന്നു.
അപ്പം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു കോമ്പിനേഷൻ, ഈ ഒരു ഷെയ്ഡ് കുറച്ച് പേര് ഇങ്ങനത്തെ ഒരു ഷെയ്ഡ് കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാനിപ്പോൾ കണ്ടപ്പോൾ ജസ്റ്റ് കാണിച്ചു എന്നേ ഉള്ളൂ. ഇത് കണ്ടോ, ഇതുപോലെ ഇതും നമ്മൾ ഫ്രീ ഷിപ്പിംഗ് ആയിട്ട് ഇന്ന് ചെയ്യുന്നുണ്ട്. ഈ യോക്ക് ഇതേപോലെ ഈ ഒരു ഷേപ്പ് വരുന്നതുകൊണ്ട് തന്നെ നല്ല നമുക്ക് ബോഡിക്ക് നല്ല ഷേപ്പ് തോന്നും. നല്ല ഈ ബ്ലൂ കളറാണ് ഇതിനകത്തോട്ട് ഈ ഒരു യോക്ക് വരുന്നത്. ചെറിയ ഗ്യാദേഴ്സ് പോലെ ഒരു ഇതാ കൊടുത്തേക്കുന്നത്. അതുകൊണ്ടാണ് ഇതുപോലെ ഇൻവേർട്ടഡ് പ്ലീറ്റ് വെച്ചിട്ട് ഇതുപോലെ ഈ ഒരു പാറ്റേൺ ഇതുപോലെ ഇൻവേർട്ടഡ് പ്ലീറ്റ് വെച്ച് പ്രിൻസസ് കട്ടിന്റെ യോക്ക് വെച്ചിട്ട് ക്ലോത്ത് ബട്ടൺ എല്ലാം വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ഈ ഒരു പാറ്റേൺ ഉണ്ട്. ഇതുപോലെ ബാക്ക് സൈഡ് ഇതേപോലെ പ്ലെയിൻ ആയിട്ടാണ് വരുന്ന. സ്ലീവ് രണ്ടും ഇതേപോലെ ഈ ഒരു ഡിസൈൻ ഫാബ്രിക് വെച്ചിട്ടുണ്ട്. ഇതുപോലെ കണ്ടോ ഈ ഒരു പാറ്റേൺ. ഇതിന്റെ എൻഡ് നമ്മൾ ഇതേപോലെ ഈ ഒരു കട്ടിംഗ് ആണ് കൊടുത്തേക്കുന്നത് കണ്ടോ. അപ്പം ഇത് ഫസ്റ്റ് പാറ്റേൺ. പിന്നെ സെക്കൻഡ് ഇതുപോലെ വന്നിട്ട് ഇത് സാറ്റിൻ ഓർഗൻസ ഫാബ്രിക് ആണ് കേട്ടോ. ഈ ഫാബ്രിക് തന്നെ നമ്മൾ അത്യാവശ്യം ഫംഗ്ഷൻസിന് യൂസ് ചെയ്യാൻ പറ്റിയതാണ്. ഇതുപോലെ ഹാൻഡ് വർക്കിന് സിമിലർ ആയിട്ടുള്ള ഡിസൈൻ ഫാബ്രിക് വെച്ചിട്ടുണ്ട്. ഇതുപോലെ സ്ലീവിന്റെ എൻഡിലോട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. സാറ്റിൻ ഓർഗൻസയാണ് ഇതിന്റെ ഫാബ്രിക് വരുന്ന ഈ ഒരു ലുക്ക് ആയിരിക്കും. പിന്നെ ഇത് ചെക്സ് വരുന്ന ഒരു ലിനൻ അങ്ങനത്തെ ഒരു മെറ്റീരിയൽ ആണ്. ലിനൻ എന്നല്ല, ഒരു സെമി ലിനൻ പോലെ വരുന്ന ഫുള്ളി ചെക്കാണ് ഇതിനകത്തോട്ട് വന്നേക്കുന്നത്. ഒരു സിൽവർ കളറും ഇതിനകത്തോട്ടും ഇൻവേർട്ടഡ് പ്ലീറ്റ് വെച്ചിട്ടുണ്ട്. വി കോളർ വെച്ചിട്ട് ഇതാണ് അതിന്റെ ക്ലോസ് പിക്ക് വരുന്നത്. ബാക്ക് സൈഡ് പ്ലെയിൻ എ ലൈൻ ആണ്. ആ ഒരു ചെറിയൊരു ഷൈനിങ് ഉണ്ട് അതിന്റെ ആ ചെക്സ് വരുമ്പോൾ കേട്ടോ. നിങ്ങൾക്ക് ക്ലിയർ ആണോ എന്ന് അറിയില്ല. ഇതുപോലെ പിന്നെ ഇത് ഞാൻ പറഞ്ഞായിരുന്നു നെറ്റ് കോട്ട, സോഫ്റ്റ് നെറ്റ് കോട്ടയാണ്, പ്യുവർ ഡയബിൾ ആയിട്ടുള്ള നെറ്റ് കോട്ടയാണ്. അതിനകത്തോട്ട് നമ്മൾ ഈ ഒരു എന്താ പറയുക റെഡ് കളർ എംബ്രോയിഡറി വർക്ക് ചെയ്തേക്കുന്നതാണ്. സോ നമ്മൾ വാഷ് ചെയ്യുമ്പോൾ സെപ്പറേറ്റ് വാഷ് ചെയ്യണം. ത്രെഡിന്റെ കളർ ഇതാവാണ്ടിരിക്കാൻ. നല്ല അടിപൊളിയാണ് കേട്ടോ. ഈ ഒരു ഭയങ്കര സോഫ്റ്റ് ആണ് നെറ്റ്. ഇതുപോലെ ബാക്ക് സൈഡ് ഒരു ലൂപ്പും ബട്ടണൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് അതേപോലെ തന്നെ ഒരു വർക്ക് വരുന്നതാണ്. ഇതുപോലെ ഒരു ക്രോഷോ ലേസ് ഒക്കെ വെച്ചിട്ട് ഇതാ 4 സൈഡും ക്രോഷോ ലേസ് ഉണ്ട്. സ്റ്റോൺ ഇത് കട്ട് ബീഡ്സ് വെച്ചിട്ടുള്ള വർക്കാണ്. ഇതും നമ്മൾ അതേപോലെ സെപ്പറേറ്റ് വാഷ് ചെയ്യണം. നെറ്റ് കോട്ട പ്യുവർ ഫാബ്രിക് ആണ്. പിന്നെ ഇത് അതിനെക്കാട്ടിലും കുറച്ചും കൂടെ വർക്കുള്ള അല്ല കുറച്ച് കുറഞ്ഞിട്ടുള്ള ഈ ഒരു സ്റ്റോൺസ് വെച്ചിട്ട് ഇതാണ് ഇതിന്റെ വർക്ക് വരുന്നത് കണ്ടോ. ഈ ഒരു വർക്ക്, മറ്റേതിന്റെ വർക്ക് ഈ ഒരു വർക്കാണ്. യൂസ് ചെയ്യാൻ പറ്റിയതാണ്. അല്ലാതെ ഇത് ഒത്തിരി ഒരു പാനൽ സ്റ്റൈലിലോട്ട് കട്ട് ചെയ്തേക്കുന്നതാണ് കണ്ടോ. അതുകൊണ്ട് തന്നെ ഒരു അനാർക്കലിയൊക്കെ വെയർ ചെയ്യുന്ന ഇതിന്റെ ഫുള്ളി ഒരു മൾട്ടി കളർ ത്രെഡ് കൊണ്ടുള്ള ഒരു വീവിംഗ് ആണ് ഇതിനകത്തോട്ട് വന്നേക്കുന്നത് കണ്ടോ. അത് ഈ ഒരു പാനൽ സ്റ്റൈലിലേക്ക് നമ്മൾ കട്ട് ചെയ്തേക്കുന്നതാണ്. ഇതുണ്ടോ വർക്ക് വരുന്നത്. അപ്പം ഇത്രയാണ് കേട്ടോ കാണിച്ചേക്കുന്നത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ബുക്ക് ചെയ്തിട്ട് നമ്മൾ എങ്ങനെ ഒരു 1 വീക്കിൽ കഴിഞ്ഞിട്ടായിരിക്കും ഡിസ്പാച്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 9495402891 എനിക്ക് മെസ്സേജ് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നതായിരിക്കും. ഓക്കെ.